afternoon to you all. I was speaking to the ladies this morning, as I do every morning. എല്ലാ പ്രഭാതത്തിലും സ്ത്രീകൾക്കുള്ള വേദപഠനം എടുക്കുന്നത് പോലെ ഇന്ന് രാവിലെയും സ്ത്രീകൾക്കുള്ള വേദപഠനം എടുക്കുകയുണ്ടായി. And I tried to greet them in Malayalam. അവരെ മലയാളത്തിലാണ് ഞാൻ വന്ദനം ചെയ്തത്. And they seemed to understand what I said. അത് ഞാൻ പറയുന്നത് മനസ്സിലായോ എന്നുകൂടെ ഞാൻ മനസ്സിലാക്കുവാനും ശ്രമിച്ചു. So I will try and greet the whole convention in Malayalam. ഈ മഹായോഗത്തെ മുഴുവനായി മലയാളത്തിൽ വന്ദനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. Namaskaram. Sukamano. You understood too. Thank you. നിങ്ങൾക്ക് മനസ്സിലായി, നന്ദി. Today we are thinking about one of the very first deacons in God's church. ദൈവത്തിന്റെ സഭയിലെ ആദിമ ശമാശന്മാരിൽ ഒരാളെ കുറിച്ചാണ് ധ്യാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. This is a man I like because he shares my name. എന്റെ നാമധേയം തന്നെയാണ് ഇയാൾക്കുമുള്ള എന്ന കാരണത്താൽ ഇദ്ദേഹത്തെ എനിക്ക് അതീവ ഇഷ്ടമാണ്. And like him, I too am a deacon in God's church. കർത്താവിന്റെ തിരുസഭയിൽ ഇദ്ദേഹത്തെ പോലെ ഞാനും ഒരു ശമാശ സ്ഥാനിയാണ്. The man's name was Philip, which is my name. ഈ ആളുടെ പേര് ഫിലിപ്പ് എന്നാണ്, അത് തന്നെയാണ് എന്റെയും പേര്. And I am pleased and proud to share his name. ആ നാമധേയം വഹിക്കുന്നതിൽ എനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട്. Because he was a good man who God used for his glory. ദൈവം തന്നെ മഹത്വത്തിനായി ഉപയോഗിച്ച നല്ലവനായ ഒരു മനുഷ്യനാണ് ഇയാൾ എന്നതാണ് കാരണം. Now I know that the convention studied the story of St. Philip this morning. ഈ കൺവെൻഷന്റെ പ്രഭാത ധ്യാനത്തിലും ഫിലിപ്പോസിനെ കുറിച്ച് പഠിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. But this afternoon I will be looking at the story of Philip from another angle, from a different perspective. ഫിലിപ്പോസിന്റെ കഥയുടെ മറ്റൊരു കാഴ്ചപ്പാടാണ് ഇന്ന് ഉച്ചകഴിഞ്ഞുള്ള ധ്യാനത്തിൽ നാം എടുക്കുക. And God always has new things to teach us from his word. ദൈവവചനത്തിൽ നിന്നും എക്കാലത്തും പുതുപാഠങ്ങൾ പഠിപ്പിക്കാൻ ദൈവത്തിനുണ്ട്. When you hold a jewel up to the light and look at it from different angles, you see different colors, different riches. ഒരു രക്തത്തിന്റെ കല്ല് നിങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രകാശത്തിന് അഭിമുഖമായി പിടിച്ച് പല വശങ്ങളിലൂടെ നോക്കിയാൽ പല രൂപങ്ങളും പല വർണ്ണങ്ങളും കാണുവാൻ സാധിക്കുന്നത് പോലെയാണ് ദൈവവചനവും. So this afternoon we will look at the story of Philip from a different angle. മറ്റൊരു കാഴ്ചപ്പാടിലൂടെ ഫിലിപ്പോസിന്റെ കഥയുടെ വായന നമ്മൾ നടത്തുവാൻ പോകുന്നു. St. Philip, as I said, was one of the first deacons in God's church. കർത്താവിന്റെ തിരുസഭയിലെ ആദിമ ശമാശന്മാരിൽ ഒരാളാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. Now, I was ordained deacon on the 3rd of July, 1988. 1988 ജൂലൈ മാസം 3-ാം തീയതിയാണ് ശമാശ സ്ഥാനത്തേക്ക് ഞാൻ പ്രവേശിച്ചത്. And in our church, the 3rd of July is the feast of St. Thomas. ജൂലൈ 3-ാം തീയതി സെന്റ് തോമസ് ദിനമായാണ് ഞങ്ങളുടെ സഭ ആചരിക്കുന്നത്. And I'm pleased to have been ordained deacon on St. Thomas Day. സെന്റ് തോമസ് ദിനത്തിലെ ശമാശനായി എന്നെ സ്ഥാനത്ത് ഏൽപ്പിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, അതിൽ ഞാൻ സന്തുഷ്ടനാണ്. Because I very readily relate to him. സെന്റ് തോമസിനോട് എനിക്ക് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. I relate to St. Thomas because he moved from doubt to faith, just like me. സംശയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നീങ്ങിയതുകൊണ്ടാണ് സെന്റ് തോമസിനോട് എനിക്ക് അടുത്ത ബന്ധം ഉള്ളത്. And he was the very first person to call Jesus God. യേശുവിനെ കർത്താവ് എന്ന് അഭിവന്ദനം ചെയ്തതിൽ ആദ്യത്തെ ആള് സെന്റ് തോമസ് ആണ്. When he exclaimed on putting his hand in Jesus' wounds, "My Lord and my God." യേശുവിന്റെ മുറിപ്പാടുകളിൽ കൈയിട്ടിട്ട് എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന് തോമസ് ലീഹ ഏറ്റു പറയുന്നു. So I'm very happy to be associated with these two men, St. Thomas and with St. Philip the deacon. സെന്റ് തോമസിന്റെ പേരിനോടും സെന്റ് ഫിലിപ്പിനോടും ചേർന്ന് നിൽക്കുന്നതിൽ ഞാൻ അഭിവന്ദനം ചെയ്യുന്നു. Now a deacon is a servant. That is what the word means. ശമാശൻ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകൻ എന്നാണ് വാക്കിന്റെ അർത്ഥം. The first deacons in God's church were originally ordained to do things like looking after the church's money. സഭയുടെ ധനകാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ വേണ്ടിയാണ് ശമാശ സ്ഥാനികളെ ആക്കിയത്. To help with the poor and to serve at the table. എളിയവരെ സഹായിക്കുന്നതിനും മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നതിനും വേണ്ടിയാണ് ശമാശ സ്ഥാനികളെ ആക്കിയത്. But soon they began to serve in other ways. പക്ഷെ ക്രമേണ അവർ മറ്റു വിധത്തിലും സഭയെ ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. And today we're going to be thinking about how St. Philip served one man in particular. ഫിലിപ്പോസ് പ്രത്യേകമായി ഒരാളോട് ചെയ്തൊരു ശുശ്രൂഷയെ കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുവാൻ പോകുന്നത്. But first I'm going to pray for us. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Lord Jesus Christ, we thank you that you came amongst us not to lord it over us, but to love us and to serve us. ഞങ്ങളുടെ ദൈവമായ കർത്താവേ,
അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുവാനും കരുതുവാനും ഞങ്ങളിൽ അതീശത്വം പുലർത്തുവാനും അല്ലല്ലോ വന്നത്. അതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. Thank you that you served us by dying for us. ഞങ്ങൾക്ക് വേണ്ടി മരിക്കുന്നതിലൂടെ അവിടുന്ന് ഞങ്ങളെ ശുശ്രൂഷിച്ചതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. Thank you that you live today and are present here by your Holy Spirit. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ഇന്ന് ഇപ്പോൾ ജീവിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. Teach us today, Lord, from your word, ഞങ്ങളെ അവിടുത്തെ വചനത്തിൽ നിന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ, so that we may serve you and live for your glory. അവിടുത്തെ മഹത്വത്തിനായി ജീവിക്കേണ്ടതിനും അവിടുത്തെ ശുശ്രൂഷകരായി ഞങ്ങൾ തീരുന്നതിനും അതുമൂലം ഇടയാക്കണമേ. For we ask it in your holy name. Amen. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Many years ago, I was fortunate to be able to go to the city of Jerusalem. യെരുശലേം നഗരം ദീർഘവർഷങ്ങൾക്ക് മുമ്പ് സന്ദർശിക്കുന്നതിന് എനിക്ക് ഭാഗ്യമുണ്ടായി. It was in Jerusalem that the risen Jesus met his disciples. ഈ യെരുശലേമിലാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്റെ ശിഷ്യന്മാരെ കണ്ട്, and he said to them, you will receive power when the Holy Spirit comes on you. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് പറഞ്ഞത് ഈ യെരുശലേമിലാണ്. And you will be my witnesses in Jerusalem and in all Judea and Samaria and to the ends of the earth. യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് യേശു പറഞ്ഞത് ഈ പട്ടണത്തിലാണ്. And that, of course, is the theme of this year's Mariman Convention. മാരാമൺ കൺവെൻഷന്റെ ഈ വിഷയവും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണല്ലോ. Now, when I was in Jerusalem, I went to the Ethiopian church, which is right next door to the Church of the Holy Sepulchre. വിശുദ്ധ കൂടാരത്തിന്റെ ദേവാലയം എന്നറിയപ്പെടുന്നതിന് സമീപമുള്ളതായ which is എത്യോപ്യൻ ചർച്ചിലാണ് ഞാൻ ഒരിക്കൽ പോയത്. which is built on the very spot where we believe that Jesus was buried and rose again from the dead. വിശുദ്ധ കല്ലറയുടെ സഭ എന്നറിയപ്പെടുന്ന ദേവാലയം പണിഞ്ഞിരിക്കുന്നത് യേശുവിനെ അടക്കം ചെയ്യുകയും യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്താണ്. Now, the Ethiopian church is a church with more than one floor. എന്നാൽ എത്യോപ്യൻ ദേവാലയം എന്ന് പറയുന്നത് ഒന്നിലധികം നിലകളുള്ള ദേവാലയമാണ്. And if you go right up to the top and out onto the roof, you will find a real African village. നിങ്ങൾ മേൽപ്പുരയിൽ കയറുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനോഹരമായൊരു ആഫ്രിക്കൻ ഗ്രാമം കാണുവാൻ കഴിയും. You will find simple huts and people cooking on open fires and children playing in the shade of a big tree. നിങ്ങൾ അവിടെ മൺകൂടാരങ്ങൾ കാണും, അവിടെ വിറക് കത്തിച്ച് തീ കത്തിക്കുന്നത് കാണും, അവിടെ മരത്തിന്റെ തണലിന്റെ കീഴിൽ കുട്ടികൾ കളിക്കുന്നതും കാണും. It is a village like many that you would find in Africa and indeed here in India. ഒരുപക്ഷെ ഇന്ത്യയിലും ആഫ്രിക്കയിലും കാണുന്ന ധാരാളം ഗ്രാമങ്ങളെ പോലെയുള്ള ഒരു കാഴ്ചയാണ് അത്. But why is there an Ethiopian village on a rooftop in the middle of the old city of Jerusalem? പുരാതന നഗരമായ യെരുശലേമിൽ അതിന്റെ മധ്യത്തിൽ എന്തിനാണ് ഇപ്രകാരം ഒരു മേൽപ്പുരയില് ഒരു എത്യോപ്യൻ ഗ്രാമത്തിന്റെ കാഴ്ച ക്രമീകരിച്ചിരിക്കുന്നത്? The answer is very simple. ഉത്തരം ലളിതമാണ്. It's because the good news of Jesus Christ that was proclaimed on that first day of Pentecost reached Ethiopia over 1,000 miles away in Africa. പെന്തക്കോസ്ത് നാളിൽ പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചതായ പ്രസംഗത്തിന്റെ അലകൾ, സുവിശേഷത്തിന്റെ അലകൾ എത്യോപ്യ വരെ എത്തി എന്നുള്ളത് കൊണ്ടാണ് ഇപ്രകാരം ഒരു കാഴ്ച ക്രമീകരിച്ചിരിക്കുന്നത്. And as a result, over time, Ethiopians came back to Jerusalem. ഇതിന്റെ ഫലമായി ധാരാളം എത്യോപ്യക്കാർ യെരുശലേമിലേക്ക് വരികയുണ്ടായി. Ethiopian Christians came back to Jerusalem to worship Jesus there in the place where he was crucified and rose again. യേശുവിനെ ക്രൂശീകരിക്കുകയും യേശു ഉദ്ധാനം ചെയ്യുകയും ചെയ്ത അതേ സ്ഥലത്ത് വന്ന് അവനെ ആരാധിക്കേണ്ടതിനായി ധാരാളം എത്യോപ്യൻ ക്രിസ്ത്യാനികൾ യെരുശലേം പട്ടണത്തിലേക്ക് എത്തുകയുണ്ടായി. But how did the gospel reach Ethiopia from Jerusalem, 1,000 miles away? എങ്ങനെയാണ് സുവിശേഷം യെരുശലേമിൽ നിന്ന് എത്യോപ്യയിലേക്ക് എത്തിയത്, 1000 മൈലുകൾക്ക് അപ്പുറത്തേക്ക് എത്തിയത്? Well, we heard how it happened in our reading. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ദൈവവചന പാരായണത്തിൽ നാം ശ്രവിച്ചുവല്ലോ. It was through this Ethiopian eunuch, a high official from the royal court. എത്യോപ്യക്കാരനായ ഷണ്ണനിലൂടെയാണ് ഇത് എത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മേൽവിചാരകനായ ഷണ്ണനിലൂടെയാണ് ഇത് എത്തിയത്. The man who met St. Philip the deacon on the desert road that leads from Jerusalem down to Gaza. ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് പോകുന്ന സമയത്ത് ഫിലിപ്പോസ് കണ്ട എത്യോപ്യക്കാരനായ ഷണ്ണനിലൂടെയാണ് ഈ സുവിശേഷം എത്തിയത്. It is because St. Peter met the Ethiopian on the desert road that there is an African village on a rooftop in Jerusalem. എത്യോപ്യക്കാരനായ ഷണ്ണനെ ഫിലിപ്പോസ് കണ്ടതുകൊണ്ടാണ് ഈ പട്ടണത്തിന്റെ നടുക്ക്
ഈ റൂഫ് ടോപ്പിൽ ഇപ്രകാരം ഒരു ആഫ്രിക്കൻ വില്ലേജിന്റെ കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നത്. And even more, it's because St. Peter met the Ethiopian on the desert road that there has been a living church in Ethiopia for the last 2000 years. പത്രോസ്ലീഹ ഇപ്രകാരം കണ്ടതുകൊണ്ടാണ് ഇപ്രകാരമുള്ള ഒരു മേൽപ്പുരയില് ഒരു ആഫ്രിക്കൻ വില്ലേജിനെ കാണുവാൻ സാധിക്കുന്നത്. Just as we believe that St. Thomas brought the good news of Jesus Christ here to Kerala, സെന്റ് തോമസ് ഈ കേരളത്തിലേക്ക് സുവിശേഷം കൊണ്ടുവന്നു നാം വിശ്വസിക്കുന്നത് പോലെ, so the church in Ethiopia believes that it was this man, the man St. Philip met on the desert road, who first brought the good news to Ethiopia. അതുകൊണ്ട് ഫിലിപ്പോസ് ആണ് എത്യോപ്യയിലേക്ക് സുവിശേഷം എത്തിച്ചതെന്ന് അവർ തീർച്ചയായും വിശ്വസിക്കുന്നു. And this process of the movement of the good news from Jerusalem to Ethiopia to Kerala to England or anywhere else on earth is what we call mission. അതുകൊണ്ട് സുവിശേഷത്തിന്റെ യെരുശലേമിലേക്കും യഹൂദ്യയിലേക്കും എത്യോപ്യയിലേക്കും കേരളത്തിലേക്കും ഇംഗ്ലണ്ടിലേക്കും ഒക്കെയുള്ള വ്യാപനത്തെയാണ് നാം ദൗത്യം എന്ന് പേർ വിളിക്കുന്നത്. Mission is all about being sent by God. സുവിശേഷം എന്നാൽ അയക്കപ്പെടുകയാണ്, ദൈവത്താൽ അയക്കപ്പെടുന്ന അവസ്ഥയാണ്. The Acts of the Apostles is a story of mission. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ദൗത്യത്തിന്റെ കഥയാണ്. It's the story of the Church of God being sent by God to share the good news of Jesus. ദൈവത്തിന്റെ സുവിശേഷത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ടതിന്റെ കഥയാണ് അപ്പോസ്തല പ്രവൃത്തികളിലുടനീളം നാം കാണുന്നത്. To share it just as Jesus had said, from Jerusalem to Judea and to Samaria and on to the ends of the earth. യേശു പറഞ്ഞതുപോലെ തന്നെ യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും സാക്ഷികളാകുന്നതിന്റെ കഥയാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ ഉള്ളത്. And we, the Church of God, are still sent by God to share the good news of Jesus Christ with the whole world. ഇന്നും ദൈവത്തിന്റെ സഭയായ നമ്മെ ദൈവം തന്റെ സുവിശേഷം പങ്കിടുവാൻ വേണ്ടി ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും പങ്കിടുവാൻ വേണ്ടി അയക്കുന്നു. And our God doesn't just send us, He helps us to go. നമ്മെ അയക്കുക മാത്രമല്ല, ആ യാത്രയിൽ നമ്മളെ മുന്നോട്ട് ശക്തീകരിക്കുന്നതും ദൈവം തന്നെയാണ്. And that is why He gave His disciples the gift of the Holy Spirit at Pentecost. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവെന്ന ദാനത്തെ തന്റെ ശിഷ്യന്മാർക്ക് ദൈവം നൽകിയത്. It's why He gives His church the gift of His Holy Spirit today. പരിശുദ്ധാത്മാവിന്റെ ദാനത്തെ ഇന്നും സഭയ്ക്ക് നൽകുന്നത് ഇതേ കാരണത്താലാണ്. So that we can go on the mission He sends us on. ദൈവത്തിന്റെ വേലയ്ക്കായി നമുക്ക് പോകുവാൻ ഇതുകൊണ്ടാണ് കഴിയുന്നതും. If you want to drive from one place to another, from Maraman to Kotarakara, for example, you need to put petrol in the car. മാരാമണിൽ നിന്ന് കൊട്ടാരക്കരയിലേക്ക് കാറിൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ വാഹനത്തിൽ ഇന്ധനം ആവശ്യമുണ്ട്. You need fuel for the journey. നിങ്ങൾക്ക് യാത്രയ്ക്ക് ഇന്ധനം ആവശ്യം തന്നെ. Well, the Holy Spirit is our fuel for the journey. ഈ സുവിശേഷ വേലയുടെ യാത്രയിൽ പരിശുദ്ധാത്മാവാണ് ഇന്ധനം എന്ന് പറയുന്നത്. It is the Holy Spirit who gives us the energy, the power to take the good news to Jerusalem, to Judea, to Samaria, to Kerala, to Ethiopia, and to the very ends of the earth. യെരുശലേമിലേക്കും യഹൂദയിലേക്കും ശമര്യയിലേക്കും കേരളത്തിലേക്കും എത്യോപ്യയിലേക്കും ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ സുവിശേഷം കൊണ്ടുപോകുന്നതിൽ നമ്മെ ശക്തീകരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. You see, mission, sharing the good news of Jesus Christ, is not our idea. സുവിശേഷം പങ്കിടുക എന്നുള്ളത് നമ്മുടെ താല്പര്യമല്ല. It is what God commands us to do, and it is what God equips us to do. ദൈവം നമ്മോട് കൽപ്പിക്കുകയും ദൈവം നമ്മെ ശക്തീകരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് സുവിശേഷ വേല എന്നുള്ളത്. Mission, sharing the good news of Jesus Christ, starts with God, and He simply calls us, all of us, like deacons, to serve Him in that task. ദൗത്യം സുവിശേഷത്തിന്റെ പങ്കിടൽ എന്നുള്ളത് ആരംഭിക്കുന്ന ദൈവത്തിൽ നിന്നാണ്. ഈ ദൗത്യത്തിലേക്ക് ശിഷ്യന്മാരെ ഷമ്മാശന്മാരെ ഒക്കെ ശുശ്രൂഷകരായിട്ടാണ് വിളിക്കുന്നത്. And we can see that in our story today. ഇത് നമുക്ക് ഈ വേദഭാഗത്തും കാണുവാൻ കഴിയും. Why did St. Philip go to the desert road in the first place? എന്തുകൊണ്ടാണ് നിർജ്ജന പ്രദേശത്തേക്ക് ഫിലിപ്പോസ് യാത്രയായത്? He went there because an angel of the Lord sent him there. കർത്താവിന്റെ ദൂതൻ അവനെ അയച്ചതുകൊണ്ടാണ് നിർജ്ജന പ്രദേശത്തേക്ക് ഫിലിപ്പോസ് പോയത്. And how was it that St. Philip found himself in the town of Azotus at the end of the story? ഈ വേദഭാഗത്തിന്റെ അവസാന ഭാഗത്ത് അസ്തോദിൽ ഫിലിപ്പോസ് പോയതായി നാം കാണുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്? We're told that after he had baptized the Ethiopian, the Spirit of the Lord suddenly took Philip away. ഷണ്ണനെ സ്നാപനം കഴിച്ചു കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി എന്ന് രേഖപ്പെടുത്തി നാം വായിച്ചിട്ടുണ്ടല്ലോ. The Ethiopian did not see him again, but went on his way rejoicing. അതിനുശേഷം എത്യോപ്യക്കാരനായ ഷണ്ണൻ
ഫിലിപ്പോസിനെ കണ്ടിട്ടില്ല, അവർ രണ്ട് വഴിക്കാണ് പിരിയുന്നത്. Now we don't know how the Holy Spirit took Philip away. എങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയതെന്ന് നാം അറിയുന്നില്ല. But we need to understand that it is God who takes St. Philip to meet the Ethiopian in the first place. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് എത്യോപ്യക്കാരനായ ഷണ്ണനെ കാണുവാൻ ഫിലിപ്പോസിനെ കൊണ്ടുചെന്നത് ദൈവമാണ്. And it is God who takes him away at the end. അവനെ എടുത്തുകൊണ്ട് പോയതും ദൈവമാണ് എന്ന് നാം മനസ്സിലാക്കണം. It is God's work from start to finish. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ സുവിശേഷ വേല ദൈവത്തിന്റെ പ്രവർത്തനമാണ്. So who is it who is most committed to mission? അതുകൊണ്ട് സുവിശേഷ വേലയോടെ ഏറ്റവും സമർപ്പിതമായിരിക്കുന്നത് ആരാണ്? More committed than me, more committed than you, more committed than the Mar Thoma Evangelistic Association. എന്നേക്കാൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആരാണ്? നിങ്ങളെക്കാൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ആരാണ്? മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തെക്കാൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആരാണ് സുവിശേഷ വേലയോട്? More committed even than your deacons, priests, bishops and metropolitan. ഒരുപക്ഷെ നമ്മുടെ അച്ഛന്മാരെക്കാൾ, ഷമാശന്മാരെക്കാൾ, സഭയുടെ പരമാധീശന്മാരെക്കാൾ ഈ സുവിശേഷ വേലയോട് ആരാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്? More committed even than St. Philip and St. Thomas and St. Peter and St. Paul. ഒരുപക്ഷെ ഫിലിപ്പോസ് ലീഹായെക്കാട്ടിലും സെന്റ് തോമസ് ലീഹായെക്കാട്ടിലും പത്രോസിനെക്കാട്ടിലും ഒക്കെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആരാണ്? Who is most committed to mission? ആരാണ് സുവിശേഷ വേലയോട് ഏറ്റവും സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്? It is God. അത് ദൈവമാണ്. It is God himself who is most committed to mission because it is his idea. അതുകൊണ്ട് ദൈവമാണ് സുവിശേഷത്തോട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? സുവിശേഷ വേല എന്നുള്ളത് ദൈവത്തിന്റെ താല്പര്യമാണ്. It is his mission. ദൈവത്തിന്റെ വേലയാണ് ഇത്. It is his good news. അത് ദൈവത്തിന്റെ സുവിശേഷമാണ്. It is not so much that we, the Church of God, have a mission, നമുക്ക് ഒരു വേല, സുവിശേഷ വേല ഉണ്ടെന്നല്ല നാം പറയേണ്ടത്, but that the God of mission has a church. ദൈവത്തിന്റെ സുവിശേഷത്തിന് ഒരു സഭയുണ്ട് എന്നാണ് നാം പറയേണ്ടത്. The God of mission has a church. ദൈവത്തിന്റെ സുവിശേഷത്തിന് ഒരു സഭയുണ്ട്. It is God who takes the initiative because it is his mission and his idea. ദൈവമാണ് മുൻകൈ എടുക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ സുവിശേഷ വേല ദൈവത്തിന്റെ താല്പര്യമാണ്, ദൈവത്തിന്റെ അഭിവാഞ്ചയാണ്. But we must follow him in this great work of mission. ദൈവത്തെ നാം പിന്തുടരുകയാണ് ചെയ്യുന്നത്. ദൈവത്തോട് നാം പിൻപറ്റുകയാണ് ചെയ്യുക സുവിശേഷ വേലയിൽ. Just this week, I heard the story of a soldier in the Chinese army who was given a Bible. ചൈനീസ് ആർമിയിലുള്ള ഒരു പടയാളിക്ക് ഒരു വേദപുസ്തകം നൽകപ്പെട്ട കഥ ഈ ആഴ്ച ഞാൻ കേൾക്കുകയുണ്ടായി. He was given it while he was away from home on service. വീട്ടിൽ നിന്ന് ദൂരെയുള്ള സ്ഥലത്ത് അദ്ദേഹം ഈ സൈന്യത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് വേദപുസ്തകം അദ്ദേഹത്തിന് നൽകപ്പെട്ടത്. He came from a tiny remote village where there were no Christians. ക്രിസ്ത്യാനികൾ ആരുമില്ലാത്ത ഒരു ചെറു ഗ്രാമത്തിൽ നിന്നുള്ളയാളാണ് ഇദ്ദേഹം. No one knew anything about Jesus. അവർക്ക് ആർക്കും യേശുവിനെ പറ്റി അന്ന് അറിയുകയില്ലായിരുന്നു. Now, as he read his Bible a long way from home, he met Jesus. തന്റെ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരെ ആയിരിക്കുമ്പോൾ വേദപുസ്തക വായനയിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അദ്ദേഹം അനുഭവപ്പെട്ടു. He became a Christian and he went back to his village. അദ്ദേഹം ക്രിസ്ത്യാനിയായി അതിനുശേഷം തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിച്ചെന്നു. And what did he find there? ഇവിടെ എന്താണ് അദ്ദേഹം കണ്ടത്? He found that while he was away, God had told other Christians to go to that tiny, very remote village and share the good news there. അങ്ങനെ ഇദ്ദേഹം ദൂരെയായിരുന്ന സമയത്ത് ആ ക്രിസ്ത്യാനികൾ ആരുമില്ലാത്തത് ആ ഗ്രാമത്തിലേക്ക് മറ്റു ക്രിസ്ത്യാനികളെ അയച്ചുകൊണ്ട് ആ പ്രദേശത്ത് സുവിശേഷം പറയുവാനായി ദൈവം നിയോഗിച്ചു. So when he came back home, there were people there already who could help him grow in his faith. അദ്ദേഹം മടങ്ങി വന്നപ്പോൾ തന്റെ വിശ്വാസത്തിൽ വളരെ തക്കവണ്ണം അദ്ദേഹത്തെ സഹായിക്കുവാൻ വേണ്ടി തന്നെ പോലും ആ ഗ്രാമത്തിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. There were people who could help grow God's church in that village. ദൈവത്തിന്റെ സഭയുടെ വർധനവിന് ആവശ്യമായ ആൾക്കാർ ആ ഗ്രാമത്തിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. God arranged everything just like in this story. ദൈവം എല്ലാം ക്രമീകരിച്ചിരിക്കുന്നു, നാം ഈ വേദഭാഗത്ത് കാണുന്നത് പോലെ. He takes the initiative. He is the God of mission. ദൈവമാണ് മുൻകൈ എടുക്കുന്നത്, ദൈവത്തിന്റേതാണ് സുവിശേഷ വേല. But just like those Christians who went to the soldiers' village, and just like St. Philip, we must go wherever God leads us. ഈ ചൈന ഗ്രാമത്തിലേക്ക് പോയ ക്രിസ്ത്യാനികളെ പോലെ, ഫിലിപ്പോസിനെ പോലെ ദൈവം നമ്മെ അയക്കുന്നിടത്തേക്ക് നാമും പോകേണ്ടതുണ്ട്, നാമും അയക്കപ്പെടേണ്ടതുണ്ട്. Now, we don't know where God may lead us. ദൈവം നമ്മെ എങ്ങോട്ട് നയിക്കും എന്ന് നമ്മൾ അറിയുന്നില്ല. Mission is God's idea and not ours. ദൈവത്തിന്റെ പദ്ധതിയാണ് മിഷൻ എന്നുള്ളത്, അത് നമ്മുടേതല്ല. He makes the plans, not us. ദൈവമാണ് വഴികളും പദ്ധതികളും ഒരുക്കുന്നത്, നാമല്ല. Sharing the good news of Jesus Christ can have unexpected results and consequences. കർത്താവിന്റെ സുവിശേഷം പങ്കിടുന്നതിന് അപ്രതീക്ഷിതമായ ഫലങ്ങളും പാർശ്വഫലങ്ങളും ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളതാണ്.
Mission can have unexpected results and consequences because the Holy Spirit can lead us into very unexpected places. സുവിശേഷത്തിന് അപ്രതീക്ഷിത ഫലങ്ങളും പാർശ്വഫലങ്ങളും ഉണ്ടാകാം. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത് അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ആണ്. Philip had no plans to go to the desert in the first place or to Azotus at the end of the story, but that is where God sent him. നിർജ്ജന പ്രദേശത്തേക്ക് പോകണമെന്നോ അസ്തോദിലേക്ക് പോകണമെന്നോ ഫിലിപ്പോസ് ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ദൈവം അവിടേക്കാണ് അദ്ദേഹത്തെ അയച്ചത്. We don't know where God may lead us in mission. ദൈവത്തിന്റെ വേലയിൽ എങ്ങോട്ടേക്കാണ് ദൈവം നമ്മെ നയിക്കുന്നതെന്ന് നാം അറിയണമെന്നില്ല. St. Philip was not the only person chosen as a deacon in the early church. ഫിലിപ്പോസ് മാത്രമല്ല ആദിമസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഷമ്മാശന്മാരിലുള്ള ആൾ. There were others too. മറ്റനേകരും ഉണ്ടായിരുന്നു. And you can read the story of the choosing of the first deacons in chapter 6 of the Acts of the Apostles. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാമത്തെ അധ്യായത്തിൽ ആദിമസഭയിൽ ഷമ്മാശസ്ഥാനികളെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. There were 7 deacons in total, including St. Philip and St. Stephen. സ്തെഫാനോസിനെയും ഫിലിപ്പോസിനെയും അടക്കം 7 ഷമ്മാശന്മാരെയാണ് ആദിമസഭ ശുശ്രൂഷകരായി തിരഞ്ഞെടുത്തത്. After the first deacons were chosen, the church suffered its first period of persecution. ആദിമ ഷമ്മാശന്മാരെ തിരഞ്ഞെടുത്തതിനോട് തുടർന്ന് തന്നെ സഭയ്ക്ക് ആദ്യത്തെ പീഡനകാലവും ആരംഭിക്കുകയുണ്ടായി. Its first period of persecution, but sadly not its last. ഒരുപക്ഷെ അത് ആദ്യത്തേതായിരുന്നു, അവസാനത്തേതായിരുന്നില്ല പീഡനകാലം എന്ന് പറയുന്നത്. And the first victim of that first period of persecution was St. Stephen. ആദിമസഭയിലെ ആദിമ പീഡനകാലത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് സ്തെഫാനോസ് ആണ്. He was stoned to death. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നു. Stephen's ministry was very brief. സ്തെഫാനോസിന്റെ ദൗത്യകാലം ഹ്രസ്വമായിരുന്നു. But on the other hand, his fellow deacon, St. Philip, had a very long ministry. എന്നാൽ ഫിലിപ്പോസിന് ദീർഘവർഷം കർത്താവിന്റെ വേലയിലായിരിക്കുവാൻ ഇടയുണ്ടായി. 20 years later, in chapter 21 of the Acts of the Apostles, we find him still in the city of Caesarea. കൈസരിയയിലെ 21 വർഷങ്ങൾക്ക് ശേഷം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു. Still sharing the good news of Jesus Christ, just as he had with the Ethiopian. എത്യോപ്യക്കാരനായ ഷണ്ണനോട് സുവിശേഷം പറഞ്ഞതുപോലെ നാം കൈസരിയയിൽ കാണുന്നത് സുവിശേഷം അറിയിക്കുന്നതായ ഫിലിപ്പോസിനെയാണ് 20 വർഷങ്ങൾക്ക് ശേഷം. So what a contrast between these two men, these two deacons, these two servants. ഈ 2 ശമ്മാശന്മാർ തമ്മിൽ, ഈ 2 ശുശ്രൂഷകർ തമ്മിൽ എന്തൊരു അന്തരമാണ് ഉള്ളത്. Persecution led one of them, St. Philip, from Jerusalem to Samaria, to this desert road between Jerusalem and Gaza, to Azotus, and finally to Caesarea. പീഡനം ഫിലിപ്പോസിനെ യഹൂദയിൽ നിന്നിലേക്കും ഗസയിലേക്കും അസ്തോദിലേക്കും പിന്നീട് കൈസേരിയിലേക്കും ദീർഘവർഷങ്ങളിലെ സുവിശേഷ വേലയിലേക്കും നയിക്കുകയുണ്ടായി. He had a long ministry sharing the good news in that city. ആ പട്ടണത്തിൽ ദീർഘവർഷങ്ങൾ സുവിശേഷം അറിയിക്കുന്ന വേല ചെയ്യുവാൻ ദൈവം അനുവദിച്ചു. But persecution led the other, St. Stephen, straight to death. പീഡനം മറ്റേ ശമാശനായിരുന്ന സ്തെഫാനോസിനെ പൊടുന്നനവെ കൊന്നുകളഞ്ഞു, ഇല്ലായ്മയാക്കി കളഞ്ഞു. What a contrast between the two. ഇവർ തമ്മിൽ എന്തൊരു അന്തരമാണുള്ളത്. And if we're going to share the good news of Jesus Christ, as we must, as Jesus commands us to do, as Jesus equips us to do, we have to recognize we do not know where it might lead us. ദൈവത്തിന്റെ സുവിശേഷം നാം പങ്കുവെക്കുവാൻ വേണ്ടി ദൈവം നമ്മോട് പറയുന്നത് പോലെ, ദൈവം നമ്മെ നയിക്കുന്നത് പോലെ പങ്കുവെക്കുവാൻ സന്നദ്ധമാകുമെങ്കിൽ എങ്ങോട്ടേക്കൊക്കെയാണ് നാം നയിക്കപ്പെടുന്നതെന്ന് നാം അറിയുന്നില്ല. Sharing the good news of Jesus Christ can have unexpected results and consequences. കർത്താവിന്റെ സുവിശേഷം അറിയിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഫലങ്ങളും പാർശ്വഫലങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. It led me from the UK to France and then back to England and now to Kerala. എന്നെ ഇംഗ്ലണ്ടിലേക്കും ഫ്രാൻസിലേക്കും തിരിച്ച് ഇംഗ്ലണ്ടിലേക്കും ഇപ്പോൾ ഇതാ കേരളത്തിലേക്കും ഈ വേല എത്തിച്ചിരിക്കുന്നു. I never expected that at the beginning. എന്റെ ശുശ്രൂഷയുടെ ആദ്യകാലങ്ങളിൽ അപ്രകാരം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. And we do not know, any of us, where mission might lead us in the future. ഭാവിയിൽ എന്നെ എങ്ങോട്ട് സുവിശേഷ വേല കൊണ്ടുപോകും, നയിക്കപ്പെടുമെന്ന് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയുകയില്ല. But just like St. Philip and just like St. Stephen, we have to obey God's calling wherever it may lead us. നമ്മെ എങ്ങോട്ട് നയിച്ചാൽ തന്നെയും ദൈവത്തിന്റെ വിളിയെ അനുസരിക്കുകയാണ് ഒരുപക്ഷെ സ്തെഫാനോസിനെ പോലെ ഫിലിപ്പോസിനെ പോലെ നാമും ഇന്ന് ചെയ്യേണ്ടത്. Even if it leads us to martyrdom and death. ഒരുപക്ഷെ രക്തസാക്ഷിത്വത്തിലേക്കും മരണത്തിലേക്ക് പോലും അത് നമ്മെ നയിച്ചേക്കാം എങ്കിൽ പോലും. As it has for so many of God's servants, as it still does today. അനേകം ശിഷ്യന്മാർക്ക് അപ്രകാരമുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അനേകം ശുശ്രൂഷകർക്കും അപ്രകാരം മരണതുല്യമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ടല്ലോ.
We are commanded to share the good news of Jesus, and God equips us to do it. കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പറയുവാൻ നാം നിയോഗിക്കപ്പെട്ടവരാണ്. ദൈവം അതിന് നമ്മെ സജ്ജീകരിക്കുന്നു. But none of us knows where it will lead or what it will lead us to. അതെവിടേക്കാണ്, എന്തിലേക്കൊക്കെയാണ് നമ്മെ നയിക്കുന്നത് നാം അറിയുന്നില്ലെങ്കിൽ പോലും നാം അത് ചെയ്യേണ്ടതാണ്. And we need to recognize that. നാം ഇത് തിരിച്ചറിയണമേ. But we must not be depressed. എന്നാൽ നാം അധൈര്യപ്പെട്ടു പോകരുത്, നിരാശിതരാകരുത്. This is good news we share. എന്തുകൊണ്ടെന്നാൽ ഇത് സുവിശേഷമാണ്, സദ്വാർത്തയാണ്. This is good news we share because the good news of Jesus Christ is all about change and transformation. ഇത് സുവിശേഷമാണ്. എന്തുകൊണ്ടെന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം മാറ്റത്തെക്കുറിച്ചും രൂപാന്തരത്തെക്കുറിച്ചുമാണ് പറയുന്നത്. By the power of the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലുള്ള മാറ്റം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലുള്ള രൂപാന്തരം. A few days ago we saw how on the day of Pentecost the disciples and St. Peter and the people who heard his message were changed by the Holy Spirit. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പെന്തക്കോസ്ത് നാളിൽ എങ്ങനെയാണ് ശിഷ്യന്മാരും പത്രോസ്ലീഹായും പത്രോസ്ലീഹായുടെ പ്രസംഗം കേട്ട ജനത്തിനും മാറ്റമുണ്ടായതെന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. And this story of St. Philip and the Ethiopian is also a story of great change. നാം ഈ വേദഭാഗത്ത് കാണുന്ന ഫിലിപ്പോസിന്റെ കഥയിലും നാം കാണുന്നത് മാറ്റത്തിന്റെ അനുഭവങ്ങളാണ്. When St. Philip meets the Ethiopian, he's reading the Bible, but he cannot understand what he is reading. ഫിലിപ്പോസ് എത്യോപ്യക്കാരനായ ഷണ്ണനെ കാണുമ്പോൾ എത്യോപ്യക്കാരൻ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ ഗ്രഹിക്കുന്നില്ല. He has been all the way from Ethiopia to Jerusalem to worship, but he is not a Jew. എത്യോപ്യക്കാരൻ ഇതാ യെരുശലേമിലേക്ക് വന്നിരിക്കുന്നു, യഹൂദനല്ല എങ്കിൽ പോലും ആരാധിക്കാൻ എത്തിയിരിക്കുന്നു. He is on the outside looking in. പുറത്തു നിന്നൊരാളാണ്, അകത്തേക്ക് താല്പര്യപൂർവ്വം നോക്കുന്നയാളും. He is searching for God, but he has not found him. ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിലും കണ്ടെത്തിയിട്ടില്ല. But when Philip explains what he is reading, he understands. അവൻ വായിച്ചതിന്റെ പൊരുൾ തിരിച്ചു കൊടുത്തപ്പോൾ എത്യോപ്യക്കാരന് ഇത് മനസ്സിലാകുന്നു. God opens his heart and his mind and he understands. അവന്റെ ഹൃദയത്തെയും അവന്റെ മനസ്സിനെയും അവന്റെ ബുദ്ധിയെയും ഇതാ ദൈവം തുറക്കുന്നു. And he is no longer on the outside looking in. He becomes part of God's family. ഇതാ അവൻ പുറത്തുനിന്ന് അകത്തേക്ക് നോക്കുന്ന ആളായിട്ടല്ല, ദൈവ കുടുംബത്തിന്റെ ഭാഗമായി എത്യോപ്യക്കാരനായ ഷണ്ണൻ മാറുകയാണ്. God becomes his father. ദൈവം അവന്റെ പിതാവായി മാറുന്നു. And so when they come to some water, perhaps a well by the side of the road, Philip baptizes him. അതുകൊണ്ട് വെള്ളമുള്ള സ്ഥലത്ത് വരുമ്പോൾ ഫിലിപ്പോസ് മാമോദീസ നൽകുകയാണ് എത്യോപ്യക്കാരനായ ഷണ്ണന്. Baptism is a powerful sign of our old life dying with Jesus on the cross and of our rising to a new life through his resurrection. മാമോദീസ എന്നുള്ളത് പഴയ മനുഷ്യൻ ക്രൂശിൽ മരിക്കുന്നതിന്റെ, യേശുവിനോട് ചേർന്ന് പുതിയ മനുഷ്യൻ പുനരുദ്ധാനം ചെയ്യുന്നതിന്റെ അടയാളമാണ്. The Ethiopian is changed and transformed by the good news of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിലൂടെ എത്യോപ്യക്കാരൻ മാറുന്നു, രൂപാന്തരം പ്രാപിക്കുന്നു. As the Holy Spirit works through Philip to open his heart and his mind to the truth and to the love of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ സത്യത്തിലേക്കും അവന്റെ സ്നേഹത്തിലേക്കും എത്യോപ്യക്കാരന്റെ മനസ്സ് തുറക്കപ്പെടുന്നു, ഹൃദയം തുറക്കപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിലൂടെ പ്രവർത്തിച്ചതുകൊണ്ട്. It is a total transformation. ഇത് സമ്പൂർണമായ രൂപാന്തരമാണ്, മാറ്റമാണ്. He was dead, but now he is alive. അവൻ മരിച്ചവനായിരുന്നു, ഇതാ ജീവിച്ചിരിക്കുന്നു. Just as Jesus was raised from the dead, so is he too. കർത്താവായ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ എത്യോപ്യക്കാരനായ ഷണ്ണനും ഇതാ സംഭവിച്ചിരിക്കുന്നു. If anyone is in Christ, says St. Paul, there is a new creation. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നു. The old has gone, the new has come. പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതിയത് സകലതും പുതുതായി തീർന്നിരിക്കുന്നു. And because this Ethiopian has been changed completely and forever, ഈ എത്യോപ്യക്കാരൻ എന്നേക്കുമായി നിത്യമായ ഉള്ള പുതുക്കത്തിന് വിധേയപ്പെട്ടതുകൊണ്ട്, because he was once dead in his sins but is now alive in Jesus, ഒരിക്കൽ അവന്റെ പാപത്തിൽ മരിക്കുകയും ഇന്ന് യേശുവിൽ ജീവിക്കുകയും ചെയ്യുന്നതുകൊണ്ട്, he is baptized as a sign of the total change and transformation that Jesus alone can bring. കർത്താവായ യേശുക്രിസ്തുവിന് മാത്രം നൽകാൻ പറ്റുന്ന മാറ്റത്തിന്റെയും രൂപാന്തരത്തിന്റെയും അടയാളമായി അവന് മാമോദീസ നൽകപ്പെട്ടിരിക്കുകയാണ്. And because his life has been completely changed by Jesus Christ, the Ethiopian carries on his journey rejoicing. കർത്താവായ യേശുക്രിസ്തുവിനാൽ അവന്റെ ജീവിതം പൂർണ്ണമായി മാറ്റപ്പെട്ടതുകൊണ്ട് എത്യോപ്യൻ തന്റെ വഴിക്ക് മടങ്ങിപ്പോകുന്നത് ആനന്ദത്തോടെയാണ്. And I know just how he felt. എനിക്കറിയാം അവൻ എപ്രകാരം ആ സന്തോഷം അനുഭവിച്ചു എന്ന്. When I became a Christian at the age of 19, I went into a small room in the house where I lived to give my life to God.
കർത്താവായ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ആളത്വപരമായ ബന്ധത്തിലേക്ക് ഞാൻ വന്നപ്പോൾ എന്റെ വീട്ടിലെ എന്റെ 19ാമത്തെ വയസ്സിൽ എന്റെ വീട്ടിലെ ഒരു ചെറിയ മുറിയിലേക്ക് ഞാൻ പോയി എന്റെ ജീവിതത്തെ ദൈവമുമ്പാകെ സമർപ്പിച്ചു. I went in sad and lonely and depressed. ആ മുറിക്കുള്ളിലേക്ക് ഞാൻ പ്രവേശിച്ചത് ദുഃഖിതനായി നിരാശനായിട്ടാണ്. But I came out singing. ഞാൻ പുറത്തേക്ക് വന്നത് പാട്ട് പാടിക്കൊണ്ടാണ്. I was full of joy, transformed by the good news of Jesus Christ, transformed by Jesus himself. കർത്താവായ യേശുക്രിസ്തുവിനാൽ രൂപാന്തരപ്പെട്ടവനായി, അവന്റെ സുവിശേഷത്താൽ രൂപാന്തരപ്പെട്ടവനായി, കർത്താവിനാൽ പുതുക്കപ്പെട്ടവനായാണ് ആ മുറിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് എത്തിയത്. And the good news which transformed me, which transformed this Ethiopian, and which goes on changing people's lives the whole world over, is the good news of Jesus Christ. എന്നെ രൂപാന്തരപ്പെടുത്തിയ സദ്വാർത്ത, എത്യോപ്യക്കാരനെ രൂപാന്തരപ്പെടുത്തിയ സദ്വാർത്ത, ലോകത്തിൽ അനേക ആൾക്കാരെ രൂപപ്പെടുത്തിയ സദ്വാർത്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. Without Jesus there is no good news. കർത്താവായ യേശുക്രിസ്തുവിനെ കൂടാതെ സുവിശേഷം ഏതുമില്ല. A few days ago, those of us who were here looked at St. Peter's sermon on the day of Pentecost. നാം എല്ലാവരും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പെന്തക്കോസ്ത് നാളിലെ പത്രോസ്ലീഹായുടെ പ്രസംഗത്തെ ധ്യാനിച്ചുവല്ലോ. Today we see Philip talking to the Ethiopian. ഇവിടെ ഇതാ നാം കാണുന്നത് ഫിലിപ്പോസ് എത്യോപ്യക്കാരനായ ഷണ്ണനോട് സംസാരിക്കുന്നതാണ്. But there are many other sermons in the book of the Acts of the Apostles. അപ്പോസ്തല പ്രവൃത്തികളിൽ ഇതുകൂടാതെ ധാരാളം പ്രസംഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And they are all very different. അവയെല്ലാം വ്യത്യസ്ത തരത്തിലുള്ളതാണ്. But they all have one thing in common. എന്നാൽ അവയ്ക്കെല്ലാം പൊതുവായ ഒരു ധാരയുണ്ട്. St. Peter, St. Philip, St. Stephen and St. Paul later on all tell in their sermons the story of what God has done. പത്രോസിന്റെയും ഫിലിപ്പോസിന്റെയും സേഫാനോസിന്റെയും പിന്നീട് പൗലോസ്ലീഹായുടെയും ഒക്കെ പ്രസംഗങ്ങളിൽ പൊതുവായ ഒരു കാര്യമുണ്ട്, ദൈവം എന്തു ചെയ്തു എന്നുള്ളതിന്റെ. They tell the story of what God has done for his people and for his world. ദൈവം തന്റെ ജനത്തിന് വേണ്ടി, തന്റെ ലോകത്തിന് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളത് പൊതുവായി ഈ പ്രസംഗങ്ങളെല്ലാം കാണാം. And that story always centers on the death and resurrection of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിലും പുനരുദ്ധാനത്തിലുമാണ് ഈ പ്രസംഗങ്ങളെല്ലാം ചെന്ന് തൊടുന്നത്. Jesus is always at the center of the story. കർത്താവായ യേശുക്രിസ്തുവാണ് ഈ പ്രസംഗങ്ങളുടെ എല്ലാം കേന്ദ്രബിന്ദു. So St. Philip in the story today starts in the Old Testament with words from the prophet Isaiah. പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് ഫിലിപ്പോസിന്റേതായി ഭാഗം തുടങ്ങുന്നത്. Words which tell the story of the suffering servant. കഷ്ടപ്പെടുന്ന ദാസന്റെ ഭാഗം വിവരിച്ചുകൊണ്ടാണ് ആ ഭാഗം തുടങ്ങുക. And using that text he tells the Ethiopian the good news about Jesus. എന്നാൽ ആ ഭാഗം ഉപയോഗിച്ചുകൊണ്ട് ഫിലിപ്പോസ് എത്യോപ്യക്കാരനായ ഷണ്ണനോട് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പങ്കുവയ്ക്കുന്നു. He tells him how Jesus did not come to be served but to serve and to give his life as a ransom for many. കർത്താവായ യേശുക്രിസ്തു എപ്രകാരമാണ് ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാൻ ഈ ലോകത്തിൽ വന്നതെന്നും അനേകർക്ക് വേണ്ടി പാപപരിഹാരമായി തന്നെ അർപ്പിച്ചതെന്നും എത്യോപ്യക്കാരനോട് ഫിലിപ്പോസ് പറഞ്ഞു കൊടുത്തു. But this isn't a history lesson. ഇതൊരു ചരിത്ര പാഠമല്ല. It's a lesson which is very personal to the Ethiopian. എത്യോപ്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് അനുഷ്ഠാനപരമായ ഒന്നാണ്. St. Philip and all the apostles in what they say want their listeners to know that the story of Jesus is incredibly important for them to hear. അതുകൊണ്ട് കേൾവിക്കാരെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് കേൾവിക്കാർ ധരിക്കണമെന്ന് സ്ലീഹന്മാർ ഏവരും ആഗ്രഹിച്ചിരുന്നു. Indeed, you could say it's an unfinished story because it has to include the people who hear it as well. ഈ കഥ എന്ന് പറയുന്നത് ഒരു അപൂർണമാണ്. കേൾക്കുന്നവർ അതിൽ പങ്കുകാരായിട്ടില്ലെങ്കിൽ they have to come into the story. അതുകൊണ്ട് ഈ കഥ പറഞ്ഞു തീരുമ്പോൾ, യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം പറഞ്ഞു തീരുമ്പോൾ കേൾക്കുന്നവർ അതിന്റെ ഭാഗമായി മാറണം. The story of what God has done in Jesus Christ has come close to them. കർത്താവായ യേശുക്രിസ്തുവിൽ ദൈവം ചെയ്തത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം. And they have to choose. അങ്ങനെ അവർ തിരഞ്ഞെടുപ്പ് നടത്തണം. They can resist it and hold it at arm's length. അവർക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ കയ്യെത്തും ദൂരത്ത് ഈ തീരുമാനത്തെയും ഈ കഥയെയും മാറ്റി നിർത്താം. Or they can embrace it and get involved in it and become part of it. ഒരുപക്ഷെ അവർക്ക് അതിനെ ഹഠാത് ആകർഷിച്ചുകൊണ്ട് അതിന്റെ ഭാഗമായി ജീവിതത്തിൽ ദൈവത്തെ സ്വീകരിക്കുകയും ചെയ്യാം. They can become part of God's story or they can stay on the outside. ഒരുപക്ഷെ അവർക്ക് ദൈവത്തിന്റെ ജീവന്റെ ഭാഗമായി മാറാം, ഒരുപക്ഷെ അല്ലെങ്കിൽ പിൻപുറക്കാരായി പുറത്തു നിൽക്കുകയും ചെയ്യാം. And our task in mission is to tell the story of Jesus so that other people can become part of it. കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പറയുകയാണ് നമ്മുടെ ദൗത്യം. അങ്ങനെ കേൾക്കുന്നവർ ഈ സുവിശേഷത്തിന്റെ ഭാഗമായി, യേശുവിന്റെ കഥയുടെ ഭാഗമായി മാറുകയും ചെയ്യും. Our task is to tell the story of Jesus Christ
so that other people can know Jesus' love for themselves. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ ഓരോരുത്തർ അറിയത്തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ് നമ്മുടെ വേല എന്നുള്ളത്. Our task is to tell the story so that other people, just like the Ethiopian, can say, yes, he died for me, yes, he lives for me, and now I live in him. അതേ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, അതേ കർത്താവ് എനിക്ക് വേണ്ടി ജീവിക്കുന്നു, അവന് വേണ്ടി ഞാൻ ഇനി ജീവിക്കുമെന്ന് എത്യോപ്യക്കാരനെ പോലെ മറ്റുള്ളവർ പറയത്തക്കവണ്ണം കർത്താവിന്റെ സുവിശേഷം പറയുകയാണ് നമ്മുടെ ദൗത്യം. And finally, we need to remember that the good news of Jesus Christ is not just for some people, but for the whole world. അവസാനമായി നാം മനസ്സിലാക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്നുള്ളത് കുറച്ചു പേർക്ക് വേണ്ടിയല്ല, സമസ്ത ലോകത്തിനു വേണ്ടിയാണ് എന്നതത്രേ. This is good news for Ethiopia, for Kerala, for India, for England, and for the whole world. ഇത് എത്യോപ്യയ്ക്കും കേരളത്തിനും ഇന്ത്യക്കും ഇംഗ്ലണ്ടിനും സമസ്ത ലോകത്തിനും സുവിശേഷം തന്നെ. The story of Philip and the Ethiopian is of huge importance for this one Ethiopian. ഫിലിപ്പോസിന്റെയും എത്യോപ്യന്റെയും ഈ കഥ എന്ന് പറയുന്നത് ആകമാനം എത്യോപ്യക്കാരെ സംബന്ധിച്ച് പ്രധാനമാണ്. But it's also of huge importance for the whole land of Ethiopia and indeed for the whole world. എത്യോപ്യ ദേശത്തിനൊക്കെയും സമസ്ത ലോകത്തിന് തന്നെയും ഈ കഥയ്ക്ക് ചില പ്രാധാന്യങ്ങളുണ്ട്. In Acts 1, Jesus promised that the apostles would be his witnesses. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ നിങ്ങൾ എന്റെ സാക്ഷികളാകുമെന്ന് യേശു പ്രഖ്യാപിക്കുന്നു, വാഗ്ദാനം ചെയ്യുന്നു. In Jerusalem, in all Judea and Samaria, and to the very ends of the earth. യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകണം എന്ന് പറയുന്നു. And here we are in Acts 8, and what has happened? അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ നാം എത്തിയിരിക്കുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത്? Through this meeting on the desert road, the good news has begun to be shared right to the very ends of the earth, far, far away in Africa. ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്ത് പോകുന്നപ്പോൾ അവിടെ വെച്ച് സുവിശേഷം പങ്കിടുക വഴി അങ്ങനേക സ്ഥലത്ത് ഭൂമിയുടെ അറ്റത്തോളവും വളരെ വിദൂരമായ ആഫ്രിക്കയിലേക്ക് പോലും സുവിശേഷം ഇതാ എത്തുകയാണ്. And can you please note that the good news was first of all shared in Asia? നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കണമേ, ഏഷ്യയിലാണ് ആദ്യമായി സുവിശേഷം പങ്കിടപ്പെട്ടത്. And then it was shared in Africa. അതിനുശേഷമാണ് ആഫ്രിക്കയിലേക്ക് അത് പോയത്. And it was only shared in Europe after that. മൂന്നാമതായിട്ടാണ് യൂറോപ്യൻ പ്രദേശങ്ങളിലേക്ക് സുവിശേഷം എത്തിയത്. The Christian faith was an Asian religion before it was ever a European religion. ഒരുപക്ഷേ ഒരു യൂറോപ്യൻ മതമായി മാറുന്നതിന് മുമ്പ് പ്രാരംഭമായി ക്രിസ്തീയ മതം ഒരു ഏഷ്യൻ മതമാണ്. But of course it is bigger than all of our continents. എന്നാൽ തീർച്ചയായും നമ്മുടെ എല്ലാ ഭൂഖണ്ഡങ്ങളുടെയും പങ്ക് ഇതിൽ വലുതാണ്. When our God looks down on our world, he doesn't just see part of it, he sees all of it. നമ്മുടെ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഏതെങ്കിലും ഭാഗങ്ങളെ മാത്രമല്ല സമസ്ത ലോകത്തെയും ഒരുമിച്ചാണ് കാണുന്നത്. And he loves it all forever. അതിനെ മൊത്തമായി ദൈവം എന്നേക്കുമായി സ്നേഹിക്കുന്നു. Jesus said that the good news of the kingdom must be preached in the whole world as a witness to all nations. ദൈവരാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികളോടും സകല ദേശങ്ങളോടും അറിയിക്കണമെന്ന് കർത്താവ് നമ്മെ അറിയിച്ചു. And then the end will come. അതിനുശേഷം മാത്രമേ അവസാനം വരികയുള്ളൂ. Only then will the end come. അതിനുശേഷം മാത്രമേ അവസാനം സംഭവിക്കുകയുള്ളൂ. The mission of God, which began with the gift of the Holy Spirit at Pentecost, stretches out across the whole world and until the end of time. ലോകാവസാനത്തോളം സുവിശേഷവേല, പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച സുവിശേഷവേല, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ ആരംഭിച്ച സുവിശേഷവേല തുടരേണ്ടതുണ്ട്. Until the kingdom of God comes on earth as it is in heaven. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ദൈവരാജ്യം വരുന്ന നാൾ വരെയും സുവിശേഷവേല തുടരേണ്ടതുണ്ട്. The story of Philip and the Ethiopian reminds us that our God is not a local God. ഫിലിപ്പോസിന്റെയും എത്യോപ്യക്കാരന്റെയും കഥ നമ്മോട് പറയുന്നത് നമ്മുടെ ദൈവം ഒരു പ്രാദേശിക ദൈവമല്ല എന്നാണ്. People call Kerala God's own country, and it is very beautiful. കേരളത്തെക്കുറിച്ച് ദൈവത്തിന്റെ നാടെന്നാണ് പറയുന്നത്. ഇത് മനോഹരമായ ദേശമാണ്. But our God is not just the God of Kerala or of England. എന്നാൽ നമ്മുടെ ദൈവം കേരളത്തിന്റെ ദൈവമോ ഇംഗ്ലണ്ടിന്റെ ദൈവമോ അല്ല. He is God of the whole world, of the whole universe, and the God of all eternity. സമസ്ത ലോകത്തിന്റെയും സമസ്ത പ്രപഞ്ചത്തിന്റെയും നിത്യതയുടെയും ദൈവമാണ് നമ്മുടെ ദൈവം. God's mission is for every place and every time. ദൈവത്തിന്റെ സുവിശേഷവേല എല്ലാ സ്ഥലത്തേക്കും എല്ലാ സമയത്തേക്കും ഉള്ളതാണ്. But God calls us here and now in this place and in this time to share in what he is doing. കർത്താവായ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് പങ്കിടുവാൻ വേണ്ടി ഇപ്പോൾ ഇതാ ഇവിടെ നമ്മെ ദൈവം വിളിക്കുകയാണ്. God calls us to share in his mission. ദൈവത്തിന്റെ വേലയിൽ പങ്കുകാരാവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. God calls us to serve his mission, to be deacons, if you like, of his mission, just like St. Philip.
ഒരുപക്ഷെ ഫിലിപ്പോസിനെ പോലെ ശമാശ സ്ഥാനത്തേക്ക് ശുശ്രൂഷകരായിട്ടായിരിക്കാം ദൈവം നിങ്ങളെ വിളിക്കുന്നത്. We can all be deacons of God's mission, whether we're ordained or not. നാം എല്ലാവരും പട്ടം കെട്ടപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിലും ശുശ്രൂഷകരാവാൻ സാധിക്കുമല്ലോ. We too, here and now, can play our part in changing the whole world, everywhere and forever. നമുക്ക് ഇവിടെ കർത്താവിന്റെ വേലയിൽ പങ്കുകാരാവുന്നതിലൂടെ സമസ്ത ലോകത്തിന്റെയും മാറ്റത്തിന് നിദാനമായി നാമും തീരുകയാണ്. So here is my question for us today. ഇതാണ് ഇന്നത്തേക്കുള്ള എന്റെ ചോദ്യം. Are we ready to serve God's mission? കർത്താവിന്റെ വേലയിൽ പങ്കുകാരാവാൻ നിങ്ങൾ സന്നദ്ധരാണോ? Are we ready to serve God's global and universal mission? സമസ്ത ലോകത്തിലുമുള്ള ദൈവത്തിന്റെ പ്രവർത്തനത്തിൽ പങ്കുകാരാവാൻ നിങ്ങൾ സന്നദ്ധരാണോ? Now we mustn't answer that question too quickly, because we must remember that mission can have unexpected results and consequences. സുവിശേഷ വേലയിൽ അപ്രതീക്ഷിത ഫലങ്ങളും പാർശ്വഫലങ്ങളും ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ തിടുക്കത്തിൽ ഈ ചോദ്യത്തിന് നാം ഉത്തരം നൽകരുത്. Remember the very different stories of Philip and Stephen. സ്തേഫാനോസിന്റെയും ഫിലിപ്പോസിന്റെയും വ്യത്യസ്തങ്ങളായ കഥകൾ നാം ഓർക്കണം. If you're very fond of life, if you like to take decisions for yourself, then you should not get involved in mission. ജീവിതത്തോട് വളരെ താല്പര്യം, ജീവന കാര്യങ്ങളോട് വളരെ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇപ്രകാരം സുവിശേഷ വേലയ്ക്കായി ഒരു തീരുമാനം എടുക്കുന്നതിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നതാണ് ഉചിതം. But if you want to play your part in changing the world forever, then you must serve God by getting involved. എന്നാൽ ഈ ലോകത്തെ മാറ്റണമെന്ന് ദൈവത്തിലൂടെ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവന്റെ വേലയിൽ നിങ്ങൾ തീർച്ചയായും പങ്കുകാരാവേണം. This is the mission of God himself, and there is nothing more important than that. ഇത് ദൈവത്തിന്റെ വേലയാണ്. അതിനേക്കാൾ ഗണനീയമായി പ്രാധാന്യമായി ഏതുമില്ല. And this is the mission of God, and while it might involve some risks and lead us to unexpected situations, we need not be afraid. കർത്താവിന്റെ വേലയാണിത്. ഇത് പക്ഷേ അപകടകരമായ മേഖലകളിലേക്ക് നമ്മെ കൊണ്ടുപോയേക്കാം. എന്നാൽ നാം അധൈര്യപ്പെടേണ്ട കാര്യങ്ങൾ ഏതുമില്ല. We can serve God's mission with confidence and with joy. കർത്താവിന്റെ വേലയില് ധൈര്യത്തോടെ ആനന്ദത്തോടെ നമുക്കായിരിക്കുവാൻ സാധിക്കും. Because nothing in all creation will ever be able to separate us from the love of God in Jesus Christ our Lord. കർത്താവായ യേശുക്രിസ്തു എന്നുള്ള സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുവാൻ ഈ ലോകത്തുള്ള യാതൊന്നിനും കഴിയത്തില്ല. അതിനാൽ കർത്താവിന്റെ വേലയിൽ നമുക്ക് പങ്കുകാരാവാൻ കഴിയും. So mission may lead us to unexpected places and strange situations. ഒരുപക്ഷെ അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിലേക്ക്, സാഹചര്യങ്ങളിലേക്ക് ക്രിസ്തീയ വേല നമ്മെ കൊണ്ടെത്തിക്കാം. But we can be confident because God is in charge. എന്നാൽ നമുക്ക് ധൈര്യമുണ്ടാവാം. എന്തുകൊണ്ടെന്നാൽ ദൈവമാണ് കാര്യങ്ങൾ നടത്തുന്നത്. ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ് സർവ്വതും നടക്കുന്നത്. It is his mission. ഇത് ദൈവത്തിന്റെ വേലയാണ്. Philip did not find himself on the desert road by accident. ഒരുപക്ഷെ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് ഫിലിപ്പോസ് പോയത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല. The Lord led him there, and it's the same for us. ദൈവം നടത്തപ്പെട്ടതാണ്, ദൈവം നടത്തിയതാണ്. അത് തന്നെയാണ് നമ്മെ സംബന്ധിച്ചും സത്യം. We are not where we are by chance, but by God's calling. നാം ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ യാദൃച്ഛികമായിട്ടല്ല, മറിച്ച് ദൈവത്തിന്റെ നിയോഗത്താലാണ്. And where we are, just like St. Philip, we need to listen to the questions people around us are asking. ഫിലിപ്പോസിനെ പോലെ നാം എവിടെ ആയിരിക്കുന്നുവോ അവിടെ നമ്മുടെ ചുറ്റുമുള്ളവർ ദൈവത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ ചോദ്യങ്ങൾ ഉയർത്തുന്നത് നാം കേൾക്കേണ്ടതുണ്ട്. The Lord put St. Philip next to the Ethiopian so he could listen to him, to love him and to serve him. ദൈവം എത്യോപ്യന്റെ സമീപത്തേക്ക് ഫിലിപ്പോസിനെ ചേർത്ത് വെച്ചു. എന്തുകൊണ്ടെന്നാൽ എത്യോപ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കേണ്ടതിനും അവനെ സ്നേഹിക്കേണ്ടതിനും വേണ്ടി. So let me ask you this question. ഞാൻ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. Who has God put you next to listen to love and to serve? ആരെ സ്നേഹിക്കത്തക്കവണ്ണം, ആരെ കരുതത്തക്കവണ്ണം, ആരെ കേൾക്കത്തക്കവണ്ണം, ആരുടെ സമീപത്തായിട്ടാണ് ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നത്? If you are Philip, who is your Ethiopian? നിങ്ങൾ ഫിലിപ്പോസ് ആണെങ്കിൽ ആരാണ് നിങ്ങളുടെ എത്യോപ്യൻ എന്ന് പറയുന്നത്? And just as we must always be ready to listen, so we must be ready to speak. എപ്പോഴും നാം കേൾക്കാൻ സന്നദ്ധരും എപ്പോഴും നാം വചനം പങ്കിടുവാൻ സന്നദ്ധരുമായിരിക്കണം. We must be ready to serve other people and to serve God. മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനും ദൈവത്തെ ശുശ്രൂഷിപ്പാനും നാം സന്നദ്ധരായിരിക്കണം. By sharing with them the good news of what God has done in Jesus Christ. ദൈവം കർത്താവായ യേശുക്രിസ്തുവിൽ എന്ത് ചെയ്തു എന്ന് പങ്കിടുവാനുള്ള സന്നദ്ധത നമുക്ക് വേണം. If you were in St. Philip's shoes that day in the desert, would you have known how to explain to the Ethiopian what Jesus had done for him? എത്യോപ്യക്കാരനായ ഷണ്ണന്റെ സമീപത്ത് ഫിലിപ്പോസ് ആയിരുന്നതുപോലെ നിങ്ങളായിരുന്നുവെങ്കിൽ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾ പങ്കിടുമായിരുന്നോ? We need to know how to help people find their place in the story of what God has done for them. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്ന് പറയത്തക്കവണ്ണം നാം മറ്റുള്ളവരോട് പങ്കിടത്തക്കവണ്ണം, so that they too can experience for themselves that amazing change
only the good news of Jesus can കർത്താവായ bring. യേശുക്രിസ്തുവിന്റെ സദ്വാർത്തയ്ക്ക് മാത്രം വരുത്താവുന്ന രൂപാന്തരത്തെ അനുഭവിക്കത്തക്ക തരണത്തിൽ മറ്റുള്ളവരോട് പങ്കിടുവാൻ നാം ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട്, സന്നദ്ധരാവേണ്ടതുണ്ട്. We need to be able to tell the story of what God has done in sending his son, Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിനെ അയക്കുന്നതിലൂടെ ദൈവം എന്തു ചെയ്തു എന്ന് മറ്റുള്ളവരോട് പറയാനുള്ള പ്രാപ്യത നാം നേടേണ്ടതുണ്ട്. So let me ask you today, do you know how to tell that story? നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഇത് എങ്ങനെ പറയണമെന്ന് നിങ്ങൾക്കറിയാമോ? Do you know how to tell the story of God's salvation in Jesus Christ? കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ രക്ഷയെക്കുറിച്ച് പറയേണ്ടത് എങ്ങനെയെന്ന് അറിയുമോ? And finally, we need to be ready to play our own role in this mission of God, which is not just for here and now, but for everywhere and forever. അവസാനമായി ദൈവത്തിന്റെ വേലയിൽ നാം പങ്കുകാരായി ഇവിടെ പ്രവർത്തിക്കുന്നതിലൂടെ സമസ്ത ലോകത്തിനും സമസ്ത ദേശത്തിനുമായുള്ള പ്രവർത്തനത്തിൽ പങ്കുകാരാവാൻ നാം സന്നദ്ധരാവേണ്ടതുണ്ട്. Are we ready to work and to serve? Yes, so that individuals can be changed, but also so that the whole world can be changed. കർത്താവിന്റെ വേലയിൽ പങ്കുകാരാവുന്നതിലൂടെ, അവന്റെ ശുശ്രൂഷകരാവുന്നതിലൂടെ വ്യക്തികളെ തീർച്ചയായും മാത്രമല്ല സമസ്ത ലോകത്തെയും മാറ്റുന്ന പ്രവർത്തനത്തിൽ നാം പങ്കുകാരാവുന്നു. Because that is God's big plan. We pray all the time, your kingdom come on earth as it is in heaven. ദൈവമേ, അവിടുത്തെ രാജ്യം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നതിന്റെ അർത്ഥം ഇതാണ്. Are we ready to work to serve God so that the kingdom of God may come? ദൈവത്തിന്റെ രാജ്യം വരത്തക്കവണ്ണം ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നാം സന്നദ്ധരാണോ? Are we ready to serve God like that? Are we ready for the mission of God? ദൈവത്തിന്റെ സുവിശേഷത്തിന് നാം തയ്യാറാണോ? ദൈവത്തിന്റെ സുവിശേഷ വേലയിൽ പങ്കുകാരാവാൻ നാം തയ്യാറാണോ? And you know the answer to that question is very simple. നിങ്ങൾക്കറിയാം, ആ ചോദ്യത്തിന്റെ ഉത്തരം വളരെ ലളിതമാണ്. The answer is this: yes. അതെ, Yes, we are ready. അതെ, ഞാൻ സന്നദ്ധനാണ്, ഞാൻ സന്നദ്ധയാണ്. Yes, we are ready because the church is empowered. We are empowered. എന്തെന്നാൽ സഭയെ ദൈവം ശക്തീകരിച്ചിരിക്കുന്നു, ഞങ്ങളെയും ദൈവം ശക്തീകരിക്കുന്നു ഈ വേലയ്ക്ക് വേണ്ടി. അതുകൊണ്ട് അതെ എന്ന് നമുക്ക് പറയാം. We are empowered just like St. Philip and St. Stephen for mission. സ്തെഫാനോസിനെ പോലെ ഫിലിപ്പോസിനെ പോലെ ദൈവം നമ്മെ ശക്തീകരിക്കുന്നു അവന്റെ വേലയ്ക്കായി. We are empowered with the power of Pentecost, with the power of the Holy Spirit. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ തന്റെ പെന്തിക്കോസ്തിലൂടെ നമ്മെ എല്ലാവരെയും അവന്റെ വേലയ്ക്കായി ശക്തീകരിക്കുന്നു. The Lord has given us his Holy Spirit, so we are ready. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ സന്നദ്ധരാണ് അവന്റെ വേലയ്ക്കായി. So my friends, let us not hesitate. അതുകൊണ്ട് മടിക്കരുതേ. Let us not hesitate to serve our God like those deacons, St. Philip and St. Stephen. അതുകൊണ്ട് ശമാശന്മാരായ ഫിലിപ്പോസിനെ പോലെ സ്തെഫാനോസിനെ പോലെ ദൈവത്തിന്റെ ശുശ്രൂഷകരാകുന്നതിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കരുതേ. Let's serve our God with courage, with faith and with energy. അതുകൊണ്ട് ധൈര്യത്തോടെ, ഊർജ്ജത്തോടെ, വിശ്വാസത്തോടെ അവന്റെ വേലയിൽ നമുക്ക് പങ്കുകാരാവാം. Empowered for mission by the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ടവരായി അവന്റെ വേലയിൽ നമുക്ക് പങ്കുകാരാവാം. Empowered for mission by the Holy Spirit. Let us be Jesus' witnesses. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ചുകൊണ്ട് അവന്റെ സാക്ഷികളായി നമുക്ക് മാറാം. In Jerusalem and in all Judea and Samaria and to the ends of the earth. യെരുശലേമിലും യഹൂദയിലും ശമേരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും അവന്റെ സാക്ഷികളായി മാറാം. So that the kingdom of God may come to the glory of his holy name. അങ്ങനെ ദൈവത്തിന്റെ രാജ്യം അവന്റെ മഹത്വത്തിനായി ഈ ഭൂമിയിൽ വരേണ്ടതിനായി നമുക്ക് അവന്റെ സാക്ഷികളായി മാറാം. Amen. ആമേൻ.